നാട്ടിക വെസ്റ്റ് KNUP സ്കൂളിൽ സല്യൂട്ട് ദ പാരന്റ് പ്രതിഭാ സംഗമവും വിരമിക്കുന്ന അധ്യാപകൻ കെ ഷെരീഫ് മാസ്റ്ററുടെ യാത്രയപ്പ് സമ്മേളനവും സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനാചരണവും നടത്തി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളുടെ മികച്ച പ്രവർത്തനത്തെക്കുറിച്ച് നമ്മുടെ ഹെഡ് മിസ്റ്റേഴ്സ് പറയുകയുണ്ടായി. എവിടെ പോയി കഴിഞ്ഞാലും ഈ സ്കൂളിൻ്റെ മുദ്ര പതിപ്പിച്ചിട്ടേ വരുള്ളൂ. എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും മറ്റ് അക്കാഡമിക്സിൻ്റെ കാര്യങ്ങളിലായാലും നമ്മുടെ കുട്ടികളും ഇവിടെ മുന്നേ പഠിച്ചു പോയിട്ടുള്ള കുട്ടികളും വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അപ്പം അതെല്ലാം നമുക്ക് സാധിച്ചത് നമ്മുടെ ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പം അതിന് ഈ ഒരു ദിവസം സല്യൂട്ട് ദ പാരന്റ് പ്രോഗ്രാം പങ്കെടുത്തുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള പാരൻസിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും എൻ്റെ സല്യൂട്ടും കൂടെ അർപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ എത്തിയേണ്ട കാര്യം ടീച്ചർ പറയുകയുണ്ടായി. കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും ഒരു ടൂർ വാഗമണിൽ പോയിട്ടുണ്ടായിരുന്നു. വാഗമണിൻ്റെ അടുത്ത് ഏലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തും ഇടയ്ക്ക് ഒരു ചെറിയൊരു എസ്റ്റേറ്റ് മേഖലയിലാണ് എൻ്റെ വീടായിട്ടുള്ളത്. PTA പ്രസിഡന്റ് സജിനി മുരളി അധ്യക്ഷയായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാഹുൽ KR മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ദേശീയ സമ്പാദ്യ പദ്ധതിയിൽ വിദ്യാർത്ഥികളെ അംഗങ്ങളാക്കുന്നതിൻ്റെ ഔപചാരിക ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ കളക്ടർ നിർവഹിച്ചു. ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായ സീന ദാമോദരനും അരവിന്ദും പങ്കെടുത്തു. പ്രധാന അധ്യാപിക CJ ജെന്നി, സ്കൂൾ മാനേജർ EK തോമസ് മാസ്റ്റർ, ജനപ്രതിനിധികളായ PV സെന്തിൽകുമാർ, KR ദാസൻ, റസീന ഖാലിദ്, ഡയറ്റ് ഫാക്കൽറ്റി P പ്രസി, വലപ്പാട് AEO ഓഫീസ് ബിനിത സത്യൻ, A ലസിത ടീച്ചർ, മാതൃസംഘം പ്രസിഡന്റ് ഡോക്ടർ ചീതു ഷെറിൻ, EP ബിജു മാസ്റ്റർ, PR പ്രിയ ടീച്ചർ, EJ ജിഷു ടീച്ചർ എന്നിവർ സംസാരിച്ചു. പാഠ്യേതര മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെയും അവരുടെ മാതാപിതാക്കളെയും ചടങ്ങിൽ ആദരിക്കുകയുണ്ടായി. ഈ വർഷത്തെ സ്കൂളിലെ മികച്ച വിദ്യാർത്ഥിയായി തിരഞ്ഞെടുത്ത അലീന ജെയ്സനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.